എന്റെ പൊന്ന് പൊളിച്ചു. സൂപ്പർ. അതെ വടി പൊളിച്ചല്ലാ നീ. ഇത് ആദ്യം ഒന്ന് കണ്ടാ മതിയല്ലോ. ഇവിടെ വടി കാണിച്ചാ കൂട്ടാ. നേരെ പിടിച്ചിങ്ങനെ കുത്തി പിടിച്ചേ. അങ്ങനെയാണ് കുത്തി പിടിക്കുന്നേ. നമ്മള് ഗാന്ധിജിക്കുള്ള വടിയായി. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ തല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മെറ്റീരിയൽസ് ആണ്. ഇതെന്നെ സാധനം അടി. ഇതൊരു വെരിയൻ ക്ലോത്ത് തുണിയാണ്. അത് മതിയോ? മതിയായിരിക്കും, ഞാൻ കാണിച്ചു തരാവേ. കാരണം നമ്മള് പപ്പടം വെച്ചിട്ട് ഗാന്ധിജിയുടെ തല ഉണ്ടാക്കാൻ വേണ്ടി പപ്പടം എന്നിട്ട് നോക്കിയിരിക്കുന്നു. ഫ്ലോപ്പായി പോയേ. കാരണം അത് നനച്ച് ഡയറക്റ്റ് തലയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പനിയൊക്കെ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കവറിന്റെ മേളിലാണ് ഞങ്ങള് സെറ്റ് ചെയ്തത്. പപ്പടം വെച്ച് പപ്പടം നനച്ചിട്ട് അതിന് മേളിൽ ഒട്ടിച്ചൊട്ടിച്ചു. പക്ഷെ അത് മണ്ടയിലേക്ക് മൈദാമാവും വെച്ച് നല്ല സെറ്റപ്പ് ആക്കി. പക്ഷെ അവന്റെ തലയില് കവർ വെച്ച് കഴിയുമ്പോഴേക്കും കവർ നിരങ്ങി പോവുക. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചപ്പോഴാണ് ഒരു ബനിയൻ ക്ലോത്ത് ഏകദേശം സ്കിൻ കളർ ഉള്ളത് കിട്ടിയത്. അതൊരു തൊപ്പി പോലെ ആക്കിയിട്ട് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യുമായിരുന്നു. ആദ്യം കാണിച്ച തല കറണ്ട് പോയി കേട്ടോ ചെയ്തോണ്ടിരുന്ന. ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് റെഡിയാവും. അത് ഇവിടെ കൂടെ ഒന്ന് ഇതാക്കിയാൽ കറണ്ട് വന്നു കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഏകദേശം റെഡി ആവൂലേ. അപ്പൊ നമ്മള് വേണ്ട അവന്റെ തൊപ്പി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ വടി റെഡിയാക്കിയിട്ടുണ്ട്. എന്തോ കുറച്ചുകൂടെ വലിയണം, ഇച്ചിരി വലിയണം തോന്നുന്നു അല്ലേ? സെറ്റാക്കാൻ വേണ്ടി കുറെ നേരമായി പണിയാൻ തുടങ്ങിട്ട്. പക്ഷെ ഇതുവരെ റെഡി ആയിട്ടില്ല എന്നുള്ളതാണ്. ഷേപ്പ് മാറിയല്ലേ? നോണ പറഞ്ഞില്ല. ഏകദേശം ആയിട്ടുണ്ടല്ലേ? ഈ മൂല ഒന്നും കൂടെ ഒന്നും പിടിക്കണ്ട. മൂല മനസ്സിലായോ? കളഞ്ഞു കേട്ടോ. ഇപ്പം പോലെ അതുകൊണ്ടാണ് എടുത്ത് കളയുന്നത്. നമ്മള് വൈകുന്നേരം ഒരു റിഹേഴ്സൽ നടത്തുകയാണ്. നമ്മള് ഗാന്ധിജിനെ ചെറുതായിട്ടാണ്. നല്ല രാവിലെ സെറ്റ് ആവും. എന്റെ പൊന്ന് പൊളിച്ചു. സൂപ്പർ. അതെ വടി പൊളിച്ചല്ലാ നീ. ഇത് ആദ്യം ഒന്ന് കണ്ടാ മതിയല്ലോ. പൊന്ന്. അതെ ഗാന്ധിജിയുടെ കുഞ്ഞാണുള്ളത്. ഇതെങ്ങനെ ഒപ്പിച്ച് ഗാന്ധിജി ഇങ്ങനെ പോലെ പൊളിച്ചു. ഈ കണ്ണാടികളെ കൊടുത്ത് വിടേണ്ടി വരും. പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞ ടീച്ചറിനോടെ. ഓ ഞാൻ വരുന്നില്ല. ആദ്യകൂട്ടാ നീ നോക്കിയ പറഞ്ഞേ ഗാന്ധിജി ടാറ്റ. അതെ അതെ ടാറ്റ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ രാവിലെ അണിഞ്ഞൊരുങ്ങി ഗാന്ധിജിയായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സമയം പോയായിരുന്നു. ഉദ്ദേശിച്ചതിലെല്ലാം മൊത്തത്തിൽ മാറ്റം വന്നു. സ്കൂൾ ബസ്സിന് നമുക്ക് കയറ്റിയിടാൻ പറ്റില്ല. നമ്മുടെ വഴി കണ്ടില്ലേ, വഴി അവിടെ നിന്ന് അടഞ്ഞു കിടക്കും. കുറച്ച് മരം ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടിയിട്ട് അവിടെ ബ്ലോക്കായിട്ട് കിടക്കും. അതുകൊണ്ട് ഓട്ടോ വിളിച്ച് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സമയം പോയി. നമ്മൾ മൊത്തത്തിൽ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഒരുക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. സത്യം പറഞ്ഞാൽ ഒരുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ഓർത്തില്ല, മറന്നുപോയി. ഇന്നലെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇന്ന് രാവിലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അവനെ ഒരുക്കുന്ന വീഡിയോ, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അല്ലേ ഗൈസ്? അല്ലേ അതിനുട്ടി? അല്ലേ ചേട്ടാ? സ്കൂളിൽ പോയില്ലേ? മമ്മിയുടെ അടുത്ത് പൊക്കോളാവോ? മമ്മിയുടെ അടുത്ത് പോവോ? മമ്മിയുടെ അടുത്ത് പോയി. എന്നിട്ടേ അങ്ങനെ നമ്മുടെ ആദ്യക്കുട്ടൻ ഗാന്ധിജി വന്നിരിക്കുന്നു. ആരാടാ നിന്റെ ഡ്രസ്സൊക്കെ മാറ്റിയേ? ടീച്ചറാണ് മാറ്റിയേ. ഷൂ അല്ലേ? ഷൂ അപ്പൊ പോവാ. ഷൂ ആയിട്ട് പോവാ. ടീച്ചർ എന്നാ പറഞ്ഞാ? ടീച്ചർ എന്നാ പറഞ്ഞു? സൂപ്പറാണോ? കണ്ണാടിയൊക്കെ എന്തേ? ബാഗിലുണ്ടോ? ആണോ?
ഓ അടിപൊളി, എന്റെ ദൈവമേ, കൊച്ചു ഹാപ്പി. ഒടിഞ്ഞു പോയോ? അത് സാരമില്ല, പോകട്ടെ. പിന്നെ ശരിയാക്കാം കേട്ടോ, അത് നമുക്ക് ശരിയാക്കാവേ. അടിപൊളിയായിരുന്നു പരിപാടി. ഓ ഒന്നും കേൾക്കുന്നില്ല, അകത്ത് കേൾക്കട്ടെ പറയാൻ കേട്ടോ. ഇവിടെ ഷീറ്റിന്റെ മണ്ടേ വെള്ളം എഴുതുന്നുണ്ട്, ഭയങ്കര സൗണ്ട് ആണ്. മഴയാണ്. ഓ അങ്ങനെ നമ്മുടെ ആദ്യകുട്ടനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ പുറത്ത് നിന്ന് സംസാരിക്കാൻ പറ്റില്ല, മഴയായിരുന്നുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരുന്നു. ആ ഷീറ്റിന് മുകളിൽ വെള്ളം വീഴുന്നതിന്. ഞാൻ കുളിച്ചില്ല, ഞാൻ കുളിക്കാൻ പോകേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു. വൈകുന്നേരമായ സമയം നമ്മളെ വീഡിയോ വൈൻഡപ്പ് എടുത്തില്ല, ഇന്നത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടിയാണ് ഒന്നാണ്. അത് ചുരുക്കി പറഞ്ഞിട്ട് ഇന്നലെ ടീച്ചർ വിളിച്ചപ്പോ ഇവരെന്നെ ഗാന്ധിജി ആക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഈ തല സെറ്റ് ആക്കുന്ന കാര്യം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ തല സെറ്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി. അങ്ങനെ പക്ഷെ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയിട്ടൊന്നും ഒന്നും ശരിയായില്ല. യൂട്യൂബിലല്ല ഈ പപ്പടം കൊണ്ടൊക്കെയാണ് ഈ തല ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞങ്ങള് സെറ്റ് ആയി. ഇപ്പൊ പപ്പടം ഡയറക്റ്റ് തലയിൽ കിട്ടാൻ ജലദോഷമൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചു ഒരു പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ പപ്പടമൊക്കെ നനച്ചൊട്ടിച്ച് വെച്ച് സെറ്റാക്കി നോക്കി. പക്ഷെ പ്ലാസ്റ്റിക് പിന്നെ തലയിലിട്ടപ്പോഴേക്കും ഊർന്ന് താഴെ കിടന്നു. പ്ലാസ്റ്റിക്കിന്റെ മേളിലേക്ക് നമ്മൾ പപ്പടം നനച്ചിട്ട് ഒട്ടിച്ചു വെച്ചിട്ട് അതിന് മേളിലേക്ക് മൈദാമാവിനകത്ത് കളർ കയറ്റിയിട്ട് ഫെവിക്കോളുമായിട്ട് മിക്സ് ചെയ്ത് കലക്കിയിട്ട് അത് പപ്പടത്തിന്റെ മേളിൽ തേച്ച് പിടിപ്പിച്ചു. പക്ഷെ അതൊന്നും ശരിയായില്ല, ഒന്നും ഉണങ്ങുന്നുമില്ല, ഒരു വകയായിട്ട് എന്തോ പോലെ. എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെ ആലോചിച്ചു ഒരു പെത്തും പിടിക്കിട്ടില്ല. അപ്പോഴാണ് എന്റെ കാലിൽ ഇടുന്ന ഒരു ലെഗിൻസിന്റെ കളർ അതാണ്. അത് ഞാൻ അത് കട്ട് ചെയ്ത് എന്റെ തലയിലൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ മുറിച്ച് എന്താ പറയാ ഒരു തൊപ്പി പോലെ ആക്കിയപ്പോ അത് റെഡിയായി. അങ്ങനെ ഇന്നലെ രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ഇടിപ്പിച്ച് നോക്കി, കാരണം രാവിലെ ആകുമ്പോ വെപ്രാളപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് രാവിലെ എന്നിട്ട് ഇട്ടപ്പോ ആ ഭാഗമാണ് ഏറ്റവും ആദ്യം നമ്മൾ ഇട്ടേക്കുന്ന ഈ വീഡിയോയുടെ. അപ്പൊ അത് കഴിഞ്ഞ് രാവിലെ ഇട്ടപ്പോ സെറ്റായി കറക്റ്റ് ഗാന്ധിജി. പിന്നെ ഇവിടെ പപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, അതിൽ ഒരു ഗ്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഗ്ലാസ് നമ്മൾ ഒരു ഗ്ലാസ് ഇല്ലാത്ത ആ ഗ്ലാസ് ഉള്ളൊരു ഗ്ലാസ് അതോടെ ഊരിയിട്ട് ആ ഫ്രെയിം മാത്രം പഠിക്കുവാന്ന്. ഫ്രെയിമിന് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു, അതൊക്കെ നൂല് വെച്ച് കെട്ടി അങ്ങനെ അത് കൊടുത്തു വിട്ടു. ആ ഫ്രെയിം മാത്രം നമുക്ക് കൊടുത്തിടാൻ പറ്റത്തില്ല, കാരണം കണ്ണാടി വെക്കുന്ന ഗ്ലാസ് ഉള്ള അത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ണിന്റെ പവറിനെ ബാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫ്രെയിം മാത്രം വെച്ച് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു വിട്ടു. പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ആദ്യകൂട്ടനാണ് തിരിച്ചറിയാറുണ്ട്. ഉണ്ടാക്കുന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് റബ്ബർ ചെരുപ്പ് നമ്മള് വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന ഉണ്ടായിരുന്നു, വള്ളിച്ചെരുപ്പ് ഉണ്ടായിരുന്നു. അത് കഴുകി എടുത്ത് അങ്ങനെ ഇട്ട് രാവിലെ ആയപ്പോഴേക്കും റെഡിയായി. അങ്ങനെ ഇന്ന് കൊണ്ടുവിടുക ചെയ്തത്. കാരണം പക്ഷെ ഇതെല്ലാം വീഡിയോ എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനേ പറ്റിയില്ല. രാവിലെ എന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തില്ല, ഇറങ്ങി പോയി കഴിഞ്ഞപ്പം പുറത്തിറക്കി രണ്ടു ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ എന്നിട്ടും വീഡിയോ എടുക്കുന്ന ഒരു ഓർമ്മ എന്റെ മനസ്സിലേക്ക് വന്നില്ല. സമയം പോയി കാരണം നമുക്ക് ഞാൻ വണ്ടിക്ക് കൊണ്ടുവിടാന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഇവിടുന്ന് ജീപ്പ് വരും, പക്ഷെ ജീപ്പിനാണ് എല്ലാ ദിവസവും പോകുന്നത്. പക്ഷെ നമുക്ക് ഇന്ന് ഇത് ഒരുക്കി റെഡിയാക്കി വിടണം, പിന്നെ ഇവനെ ഒത്തിരി നേരത്തെ വിടണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ടുവിടാന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി പൊക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പൊ കൊണ്ടുവിടാൻ വിചാരിച്ചിട്ട് നമുക്ക് വണ്ടി വിട്ടത്തുനിന്ന് എടുക്കാൻ പറ്റത്തില്ല, വഴി ബ്ലോക്ക് ആയി കിടക്കുമായിരുന്നു, മരമൊക്കെ വെട്ടി കുളമായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പൊ ഓട്ടോ വിളിച്ചു വേണ്ടി പോകേണ്ടി വന്നു. അപ്പൊ ഓട്ടോ വന്നു, തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓട്ടോ എടുത്ത് ചെന്നപ്പോഴാണ് ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് എടുക്കുന്നത്, അപ്പോഴും മറന്നുപോയി. ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോട്ടോ സൈഡിലിടാം. ക്ലാസ്സിൽ ഇവനാണ് ഗാന്ധിജി, ആദ്യത്തെ ക്ലാസ്സിലെ ഗാന്ധിജി. അപ്പൊ എല്ലാ പിള്ളേരും കൂടെ ഓടി വന്നിട്ട് ഇതെന്താ സംഭവം ഇവൻ ആദ്യമായിട്ട് കാണുന്ന പോലെ എല്ലാരും കൂടെ ചുറ്റുകൂടി നിന്ന് ഭയങ്കര നോട്ടമൊക്കെ ആയിരുന്നു, എല്ലാം ഭയങ്കര ഒച്ചപ്പാട്. അങ്ങനെ ടീച്ചർക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവനെ അവിടെ കൊണ്ടുവിട്ട് ഞങ്ങള് തിരിച്ച് ഞാൻ തിരിച്ചിവിടെ വന്നു. ആയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി ഇവിടെ വന്നു. എന്നാലും ആദ്യകൂട്ടനും ഭയങ്കര സന്തോഷമായി. അതായിരുന്നു ഇന്നത്തെ പരിപാടി. ഞങ്ങളുടെ ലൈഫിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടെ ഇങ്ങനെ ഒരു പ്രസന്ന വേഷം കെട്ടിയിട്ട് കൊണ്ടുപോകുന്നു. ഞാനിതുവരെ കെട്ടിയിട്ടില്ല, ഞാൻ സ്കൂളിലൊന്നും ആയിട്ടുമില്ല. പക്ഷെ ആദ്യകൂട്ടനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരുക്കി വിട്ടപ്പോ എന്തായാലും കുഴപ്പമില്ലായിരുന്നു, സെറ്റായി. നമ്മള് വെച്ച സംഭവം തലയല്ലാതെ വെച്ചപ്പം സെറ്റായിരുന്നു സാധനം, അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരുക്കുന്നുണ്ട് നമുക്ക് ഗാന്ധിജിയുടെ ഷേപ്പ് കിട്ടത്തില്ല. അതെ, ഇത് മറിച്ച് മീശയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഗാന്ധിജി കുഞ്ഞായിപ്പോയി. അതെ അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെ ഗാന്ധിജിയായിട്ട് ഒരുക്കി വിടാൻ വേണ്ടി പറ്റി, അടിപൊളിയായിരുന്നു. അതെ, മമ്മി അവിടെ നിന്ന് ടി വി കാണും കേട്ടോ, അത് സൈലന്റ് ആക്കി വെച്ചേക്കുന്നുണ്ടാണ്. മമ്മി ടിവിയുടെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്, ഇങ്ങോട്ട് നോക്കാത്ത. ആരും കണ്ട അവർക്ക് വീഡിയോയ്ക്കകത്തന്നെ മമ്മി എന്നെ പുറംതിരിഞ്ഞിരിക്കുന്നത്. ഇത്രയും വർത്താനം പറഞ്ഞിട്ട് തിരിഞ്ഞിന് വിചാരിച്ച അല്ലാതെ എടുക്കണം. അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞിരുന്ന് പഠിപ്പിക്കുവാണ്. ഹോംവർക്കാണ്. ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ പെൻസിൽ കുത്തി പൊട്ടിച്ച്
അപ്പൊ എന്തായാലും നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ വീഡിയോയിൽ വന്നത്. അപ്പൊ അടുത്ത നല്ലൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.